അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്ന് ഐ ഡാൻസ് കളിക്കാൻ പോകാം കേട്ടോ. 2 ക്യാമറ ഉണ്ട്, ഒരു ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഒളിക്കുമ്പോൾ കണ്ടെത്താനുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും, ഞങ്ങൾക്കാണെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം കേട്ടോ. നമ്മൾ ത്രോസ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അതിനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് ആ ആപ്പ് ഉള്ളത്. അപ്പോൾ നേരെ ആ ക്യാമറയ്ക്ക് നമുക്ക് പോകട്ടോ. ഓക്കെ, നിങ്ങൾ ആ ക്യാമറയ്ക്ക് വേൻ പോരി. അപ്പോൾ നമുക്ക് ത്രോസ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ത്രോസ് ഇടാം. ഇതിൽ കണ്ടേ 2 അശ്വിൻ അഭിനവ് അശ്വിൻ അഭിനവ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ത്രോസ് ഇട്ടോക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ആർക്കടിക്കും? എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് എണ്ണാനുള്ള സ്ഥലമൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ക്യാമറയിലായിരിക്കും ഞങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു 60 വരെ അടിയോ, 60 കൊടുക്കുക, 50 അല്ല 60. അപ്പോൾ ഓക്കെ, ഞാൻ 50 വരെ 60 വരെ എണ്ണിക്കൈ നീ തപ്പി പോവാം. ടെറസ് അത് നോക്കാം. അപ്പോൾ അതുവരെ നോക്കാം. അപ്പോൾ ടെറസ് നോക്കാം. ഗൈസ് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ് മുകളിലുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അയ്യോ ചേട്ടടിച്ചില്ല. മാസിലടിക്കാം, മാസിൽ അടിക്കണോ അടിക്കണോ പിന്നെ ഇറങ്ങാൻ സ്ഥലമില്ല. ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഇവിടുന്ന് കണ്ട് ആ ക്യാമറയിൽ വെട്ടു. ഞാനാണെങ്കിൽ മുകളിലിറങ്ങിയപ്പോ പിന്നെ ചാടാൻ വഴിയില്ല. എങ്ങോട്ട് ചാടും? ഞാൻ ആദ്യം ഇവിടെ കൂടെ നോക്കിയാ വില ഇക്കൂടെയൊക്കെ നോക്കിയില്ല. ഓൻ്റെ പോയാ അപ്പൊ അത് കാണാം. സുഹൃത്തുക്കളെ ഞാനുണ്ട്, ഞാൻ അതിന്റെ മോള് കയറിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അതിന്റെ പിന്നെ ഓങ്ങോട്ട് വന്ന് പിന്നെ ഓങ്ങോട്ട് കിടന്നപ്പോ ഞാൻ വിചാരിച്ചേ കൂടെ ഇറക്കുന്നു. അപ്പൊ ഇനി ആ എണ്ണ കേട്ടോ. ഓക്കെ, ഇവിടെ ഉറുമ്പുണ്ട്. ഇച്ചെങ്ങനെയുണ്ട് ഇങ്ങോട്ടൊക്കെ കടിക്കണ ഉറുമ്പ അവിടെ ഉള്ളത്? ഇവിടെ അപ്പൊ എണ്ണാൻ തുടങ്ങട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്നെ തീർന്നു കേട്ടോ. ഞാനും കണ്ടുപിടിക്കലോ പണി. ഓക്കെ, ഓൻ എവിടെയെങ്കിലും കറങ്ങി നടക്കും. നമുക്ക് നോക്കാം ഗൈസ്. ഓനെ കാണുകയാണെങ്കിൽ അപ്പം ഇവിടെ ഉണ്ടോ കണ്ടിട്ടോ ഗൈസ്. ദേ വരുന്നതിൻ്റെ സെറ്റ് അടിക്കാൻ പറഞ്ഞു. സെറ്റ് അപ്പോൾ ജസ്റ്റ് സെറ്റ് അടിച്ചിട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് അവിടെ ഒരു മതിൽ, അതിൻ്റെ ഇടയിൽ നിന്ന് ശബ്ദം കിട്ടി. ഞാൻ അങ്ങോട്ട് പോയൊക്കെ വിചാരിച്ചു. എന്തായാലും ഇവിടെ വന്നല്ല, അങ്ങോട്ട് നോക്കിയതിന് ശേഷം അവിടെ പോകുന്ന വിചാരിച്ചു. അതിനെക്കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആവണം. അപ്പോൾ വേണ്ടോ അവനെ പിടിച്ചിട്ടോ. ഫസ്റ്റ് ഞാൻ ഇപ്പം അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് ടെറസ് കയറാൻ നോക്കിയാൽ തിരിച്ച് അതിൻ്റെ ഇടയിൽ കയറുമെന്ന് അപ്പോൾ എണ്ണാൻ തുടങ്ങട്ടെ. നമുക്ക് വിളിക്കാൻ തുടങ്ങാം. ഇനി എൻ്റെ ക്യാമറ കാണാം കേട്ടോ. ബൈ. ഓക്കെ,
എന്റെ മോർന്ന് എന്തോ സോണ്ടായിട്ട് അതെ തല ബുദ്ധിയായി ഒരു സൗണ്ട് ഇങ്ങനെ ഇലയൊക്കെ ചാടി പോണ് ഇലയിൽ കൂടെ എനിക്കൂടെ എങ്ങോട്ട് പോണ് എന്നെ ആ ഇത് എനിക്ക് മുഖത്തുണ്ടോ അപ്പൊ തുടങ്ങാട്ടോ എന്നോ നമ്മൾ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല കേട്ടോ നോക്കാം ഓനെ എവിടെയായിരിക്കും ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഒന്നും എൻ്റെ സംശയങ്ങളെയൊക്കെ അവൻ തെറ്റിച്ചു. അതേട്ടാ മുകളിലേക്ക് ഞാൻ കയറുന്നു. നമുക്ക് ഇടയിലേക്ക് 1 minute നമുക്ക് ഇലേൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഗൈസ്. ചാടി പക്ഷെ ആളെ കാണുന്നില്ല. കേട്ടോ സംശയം ചെറുപ്പ് ഇതാക്കണ്ടേ കുറച്ച് പാടാ. ഇവരെ എവിടെ വന്നിപ്പോ നാളെ വന്ന് അപ്പൊ ഞാൻ ആ ടെറസ് വരെ കയറി വന്നിട്ട് ചാടിയ ശബ്ദം കേട്ട്. പക്ഷെ ഞാൻ ചാടില്ലായിരുന്നു. പിന്നെ ചാടി ഞാൻ മതിൽമേക്ക് പതുക്കെ ഇറങ്ങിയിട്ട് പിന്നെ ആ പുലി ചാടിയ ശബ്ദം കേട്ടു. ചാടാൻ ഒരു പേടി. പാമ്പ് വല്ലതും കണ്ടിട്ടുണ്ടാവും അതില് പറയുന്നത്. പാമ്പ് വല്ലതും ഉണ്ടാവുന്നു. അപ്പൊ ഓക്കെ 1 2 3 4 5 6 7 8 ഓട്ട നടത്ത ഞാനിത്ര പോകുമ്പോണ്ടായിരുന്നു ചെറിയൊരു ഓട്ട. അല്ല ക്യാമറ ഓണാ. അത് നേരത്തെ ഞാൻ ഓടിയ കണ്ടുകണോന്ന് അറിയില്ല. ഒരു പൂച്ചയാണ്. ഞാനത് തിരിഞ്ഞു ഓടിയപ്പോ അതിന്റെ മുന്നിൽ കൂടെ അപ്പൊ എന്തായാലും തുടങ്ങാട്ടോ. അപ്പൊ പോവാ. 1 2 3 കയ്യെ ഓട്ടാട് തീയണ ആ ഫോണ് പോക്കറ്റിൽ ഇട്ടോ. എന്നാലും വേണം ആ കൈ പിടിച്ചോ. 1 2 3 എന്താ
ഗൈസ് ഇത് 2ാം മുഴം. ഇനി അവനെ എവിടെ പോയി കണ്ടെത്തുന്ന തമ്പുരാനാണ്. എവിടെയാണ്? തപ്പി ഇവിടെ തന്നെ തപ്പ. അതാ കുറച്ചും കൂടി മെച്ചോര. ഇതൊന്നുമില്ല ഗൈസ്. മില്ല കേട്ടോ. അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് എടുത്ത ഫോനൊക്കെ നോക്കിക്കോ. ഞാൻ മറന്നുപോയി. ഞാൻ ഒരു വട്ടം അവിടെ വന്ന് അവിടെ ഡോണിനെ തപ്പിയുള്ള ചേസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. തീരാനായിട്ട് അവർത്തി ഇല്ല ഗൈസ്. എവിടെ പോയി? ഗൈസ് പറഞ്ഞതനുസരിച്ച് കുറച്ച് സ്ഥലങ്ങൾ നോക്കാം. പരിസമാപ്തി കുറിക്കുമ്പോൾ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണൂരി, പാലക്കാട് സയ്യിദ് അബ്ദുൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് കെ.കെ.എസ് തങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ സാഹാബികളും പണ്ഡിതന്മാരും ടർസം കൊണ്ടാകാൻ ചാൻസ് ഇല്ല. ടർസം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റൂല. ചെരുപ്പൊക്കെ അവിടെ പോയത്. ഇങ്ങനെ വീടത് ഫോള് കളിച്ചവനെ കൊട്ടി പറയാൻ ഓടിയാൽ പിന്നെ കിട്ടൂല്ല. ഇടയിലൊന്നുമില്ല കേട്ടോ.
സാധനം എവിടെ ഓടി നിൽക്കാണല്ലോ കണ്ടു ചടിഞ്ഞ് കാണുന്നില്ല കേട്ടോ. ഏതോ കണ്ടത്ത് പോയി ചാടി പോകും. 3 മിനിറ്റ് ഞാൻ അവനെ തപ്പാൻ തുടങ്ങിയിട്ട് കാണുന്നില്ല. കള്ളനാണ് പറഞ്ഞ റൂളൊന്നും നോക്കൂല. ഇവിടെ ഞാൻ എവിടെയാടാ അയ്യോ ഞാൻ എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ഞാൻ എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ. വേർത്തിട്ടോ അത്രയും അതിന്റെ ഉള്ളിൽ എന്ത് ഫാന് പോലും ഇല്ലായിരുന്നു അതിന്റെ ഉള്ളിൽ. അത് ഞാൻ ഇപ്പൊ പറയില്ല. വീഡിയോ ഇറങ്ങിയതിന്റെ ശരി കണ്ടാൽ മതി. വലിഞ്ഞ പോകുന്ന ഒരു വട്ടം മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ ആ ഗീറ്റിന്റെ കൂടെ അങ്ങോട്ട് പോയി. ഗൈസ് അത് കാലം ഉറങ്ങുമ്പോഴേ ഞങ്ങൾ പറഞ്ഞ കാര്യം കോട്ടേഴ്സിന്റെ ഉള്ളിൽ കയറില്ല. ഇവിടെ ഫുൾ കണ്ടിരുന്നു. ഓക്കെ അപ്പൊ ജനല്ലേ അത് വീഡിയോ ഇറങ്ങുമ്പോ കണ്ടാ എഡിറ്റ് ചെയ്യുമ്പോ പോലും അവന് കാണിച്ചു കൊടുക്കൂല കേട്ടോ. ജനല്ലേ വീഡിയോ ഇറങ്ങുമ്പോ കണ്ടാ സ്ഥലത്താണ് പോയി ഞാൻ പിന്നെ തപ്പി ഈ ടർസിന്റെ മുകളിൽ മൊത്തം ചുറ്റി ആ ഇടവഴിക്ക് ഇവിടെ ഇങ്ങനെ ക്യാമറ ആയിട്ട് പോയത് അളിഞ്ഞ മോന്ത. ഞാൻ എണ്ണും വെക്കണം കൈ കണ്ണ അവൻ എവിടെയാന്ന് എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്. ഷാക്കിൻ്റെ ഉള്ളിൽ പാഹയൻ അവിടെ എവിടെയാണ് ഏത് കണ്ടത് നല്ല സംശയം. ടെറസുമുണ്ട് ടെറസും ഞാൻ മോള് പോയതോ അങ്ങോട്ട് പോയതോ കണ്ടിട്ടുണ്ടെങ്കിൽ സംതിങ് ഈസ് സസ്പിഷ്യസ്. ഇവിടെ ഉണ്ട് ആഴ്ചല്ല പറഞ്ഞടാ കോട്ടേഴ്സിന്റെ വിളിക്കില്ല. എല്ലാടില്ല ഇതെല്ലാം കോട്ടേഴ്സിനുള്ളിൽ കയറി പോകുന്നതാടാ. ഇതെല്ലാം കോട്ടേഴ്സിനുള്ളിൽ കയറി പോയി. എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ട് അപ്പൊ എനിക്ക് എന്താ സംശയം. അതാണ് ഇവിടെ തന്നെ കിടക്കി അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സ്ഥലം പറഞ്ഞ് കോട്ടേഴ്സില്ലാതെ അതിന്റെ കാരണം ഞാൻ കോട്ടേഴ്സ് കയറാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മള് തൽക്കണടി ചാലഞ്ച് നടത്തിയപ്പോ ഒരുത്തൻ കണ്ണ് പൊത്തി ഞാൻ കാണാതെ തുറന്ന് അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കാം. അതിൻ്റെ കൂടെ
അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പോരി, അതിൻ്റെ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാ വിചാരിക്കുന്നു. പാവം അവൻ വിജൃംഭിച്ചു പോയി. അപ്പോൾ ഗൈസ് നിങ്ങളത് കണ്ടു വന്നല്ലോ. ഇപ്പോൾ മനസ്സിലായില്ല എന്താ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. കഴിഞ്ഞ് നിർത്തി വാമ്പളും വീഡിയോ എടുത്തുണ്ട്, കയ്യിൽ നിർത്തിക്കളാം. വീഡിയോ കുറേ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈൻ്റെ റൂട്ടർ പോലില്ല സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. അവിടെ കേട്ടോ തല അവിടെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഗൂഗിൾ മാപ്പിലുള്ള കുറച്ച് ഓൺഡേഡ് പ്ലേസ് ആയിട്ടുള്ള എടുത്ത് വെച്ചിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഓക്കെ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടെയുള്ള ബെൽ ബട്ടൺ അടിച്ച് കിണി. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരെയൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ 1K ആണ് ടാർഗറ്റ് വന്നിരിക്കുന്നത്. 1K നമുക്കൊരു സെലിബ്രേഷൻ മൂഡ്. അങ്ങനെ അപ്പോൾ സെലിബ്രേഷൻ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ കേട്ടോ. ഓക്കെ ബൈ. ബൈ.